ആ ഉപ്പ. ആ ഇജ്ജ് എപ്പോ വന്നു? വീട്ടിലെല്ലാവർക്കും സുഖമാണോ മോനെ? അതെ ഉപ്പ. നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോണു മക്കളെ? തുടങ്ങിയിട്ടല്ലുള്ളൂ അപ്പ. എല്ലാം ശരിയായി വരാൻ കുറച്ച് സമയം എടുക്കും. പൈസക്ക അവൻ വീട്ടിൽ തന്നെ ഉണ്ട്, റെസ്റ്റ് എടുക്കുകയാണ്. ഇജ്ജ് പുരയിലേക്ക് ചെല്ലേ. ഓ ശരിയാ ഉപ്പ. ശരി. അല്ലാ ഹായ് ഫൈസൽക്ക. പിന്നെ എന്തൊക്കെയുണ്ട്? എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ബാംഗ്ലൂർ വാസമൊക്കെ? ഓ ബാംഗ്ലൂർ അടിപൊളി. പക്ഷെ മെട്രോ ലൈഫ് ഓരോ രക്ഷയില്ലണ്ണ, അന്യായം. ഇക്ക ആ ഫോണൊന്നും എടുത്ത് വെക്കേ. എത്ര തവണയാണ് ഞാൻ വിളിച്ചേ? ആ ഫോണൊന്നും എടുത്തൂടെ? പിന്നെ വഴിക്ക് വെച്ച് ഉപ്പയെ ഞാൻ കണ്ടിരുന്നു. ഉപ്പയാ പറഞ്ഞേ ഓ ഭയങ്കര റെസ്റ്റിലാണെന്ന്. ആ ദാ ഇക്കയുടെ ബുക്ക്. നീ ഇത് വായിച്ചോ? ആ ഞാൻ വായിച്ചു. നല്ല കഥ. ആ പ്രണയിക്കുകയാണെങ്കിൽ ഇങ്ങനെ പ്രണയിക്കണം. എന്താ ഒരു ചിരി. ലക്ഷ്മി വിളിച്ചില്ലേ? ഇല്ല, വിളിച്ചില്ല. അതെന്താ? ഞാനത് വേണ്ടാന്ന് വെച്ചു. വേണ്ടാന്ന് വെച്ചോ? എന്തിന്? ഫൈസു, ഓൻ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താ? ഇല്ലപ്പാ, കൊടുക്കാം. സിനിമയിലെ നായകന്മാരെ പോലെ ഓർമ്മകൾ അയവിറക്കി ഇങ്ങനെ ഇരിക്കാനാണോ വന്നത്? ഓ എന്തു പറഞ്ഞാൽ ഇക്കയുടെ ഒരു ചിരി. എന്താ ഇപ്പോഴത്തെ ഒരു പ്രശ്നം? ഇപ്പോഴത്തെ പ്രശ്നമല്ലേ പറയാം. ലക്ഷ്മിയെക്കുറിച്ച് നിനക്കറിയാവല്ലോ. ഞാൻ അവളെക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്നോട് മാത്രമാണ്. അങ്ങനെ എല്ലാം ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കാൻ നിനക്ക് എവിടെ സമയം? ബാംഗ്ലൂർ മെട്രോ ലൈഫും ഒക്കെ കറങ്ങി നടക്കുകയല്ലേ. ഇക്കൊക്കെ പറയാനുള്ളതൊക്കെ പറഞ്ഞ് കേട്ടിട്ട് ഞാനിവിടുന്ന് പോവും. തീരുമാനിച്ചു. അപ്പോൾ ലക്ഷ്മി? ഒറ്റപ്പെടലിനൊരാശ്വാസം. അങ്ങനെയായിരുന്നു ആദ്യമൊക്കെ. എന്നാൽ ലക്ഷ്മി എന്ന കുറുമ്പുകാരിയുടെ കുറുമ്പും കുട്ടിത്തരങ്ങളും ഞാൻ പോലും അറിയാതെ തന്നെ കീഴടക്കി. പ്രണയത്തിന്റെ സുഗന്ധവും മധുരവും എന്നെ ഭ്രാന്തനാക്കിയ നാളുകളായിരുന്നു പിന്നീട് അങ്ങോട്ട്. ഇന്നുമെൻ ചാരത്ത് നിന്നിരുന്നാകിലും ഇന്നെനിക്കാരു നീ എന്നറിഞ്ഞില്ല ഞാൻ. പ്രാണനിൽ പാതിയായി തീർന്നുവോ നീ എന്നിൽ, പിരിയുവാനാവാത്ത പ്രിയമാർന്ന രാഗമേ. തിരതല്ലും തീരമായി തീർന്നിടാം ഇന്ന് ഞാൻ. അലകൾ തൻ ആഴിയായി അരികിൽ നീ ഉണ്ടെങ്കിൽ. അലകളാൽ തഴുകിത്തലോടിയോ എന്നെ നീ, അറിയുന്നു നിന്നിൽ ഞാൻ ഈ മണൽ തരികളാൽ. ഏഴു സ്വരങ്ങളായി തീർന്നിടാം ഇന്നു ഞാൻ. ഇമ്പമാർ നീണമായി നീ വരും വേളയിൽ. നാം ഒന്ന് ചേരാത്ത രാഗമില്ല, നാം അകന്നാൽ അനുരാഗമില്ല. ഹലോ, ആരാണ്? ഫൈസിക്ക, ഞാൻ ലക്ഷ്മിയാണ്. ലക്ഷ്മി ഇക്കയുടെ ഫേസ്ബുക്ക് ഫ്രണ്ടാ. ഇക്കയുടെ കവിതകൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതിലൊരു കവിത ഞാൻ പാടിയിട്ടുണ്ട്. ഒന്ന് കേൾക്കുവോ? ഞാൻ അയക്കട്ടെ? ഇത് തന്നെയല്ലേ വാട്സപ്പ് നമ്പറും? അതെ, ഇത് തന്നെയാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. അയച്ചോളൂ. ഇന്നുമെൻ ചാരത്ത്
ചാരത്ത് നിന്നിരുന്നാകിലും ഇന്നെനിക്കാരു നീ എന്നറിഞ്ഞില്ല ഞാൻ. പ്രാണനിൽ പാതിയായി ചേർന്നുവോ നീ എന്നിൽ, പിരിയുവാനാവാത്ത പ്രിയമാർന്ന രാഗമേ. തിരതല്ലും തീരമായി തീർന്നിടാമെന്നു ഞാൻ, അലകൾ തന്നാഴിയായി അരികിൽ നീയുണ്ടെങ്കിൽ. അലകളാൽ തഴുകി തലോടിയോ എന്നെ നീ, അലിയുന്നു നിന്നിൽ ഞാൻ ഈ മണൽ തരികളായി. അലിയുന്നു നിന്നിൽ ഞാൻ ഈ മണൽ തരികളായി. ഏഴു സ്വരങ്ങളായി, ഏഴു സ്വരങ്ങളായി തീർന്നിടാമെന്നു ഞാൻ. ഇമ്പമാർന്നീണമായി നീ വരും വേളയിൽ, നാം ഒന്നു ചേരാത്ത രാഗമില്ല, നാം അകന്നാലനുരാഗമില്ല. എന്നുമെൻ ചാരത്തു നിന്നിരുന്നാകിലും ഇന്നെനിക്കാരു നീ എന്നറിഞ്ഞില്ല ഞാൻ. പ്രാണനിൽ പാതിയായി ചേർന്നുവോ നീ എന്നിൽ, പിരിയുവാനാ. ഹലോ, എന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? പറ. ഇക്കയ്ക്ക് ഒന്നും മനസ്സിലായിട്ടില്ല ഇതുവരെ? എന്ത് മനസ്സിലാവാൻ? എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എങ്കിലിപ്പോ അറിയണ്ട. പീണങ്ങല്ലേ ലച്ചു, പറ. എനിക്ക് ഇക്കയെ ഒത്തിരി 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 ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ് ഈ ചക്കരക്കുട്ടി. സത്യം. ഷാജഹാൻ താജ്മഹൽ കെട്ടിയില്ലായിരുന്നെങ്കിൽ ഒരു താജ്മഹൽ കെട്ടി എന്റെ പ്രണയം ഞാൻ കാണിക്കുമായിരുന്നു. അത്രയ്ക്ക് വേണം മാഷേ. എല്ലാം മറന്ന് ഞാൻ അവളെ സ്നേഹിച്ചു, അവൾ എന്നെ. കൊള്ളാം ഫൈസിക്ക, സൂപ്പർ. ഇത് നിങ്ങൾക്കൊരു പേപ്പറിലായി കൂടെ? എന്നിട്ട് എന്തുണ്ടായി? ഒടുവിൽ അവൾ എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. സ്നേഹത്തിന്റെ 1000 പൂച്ചെണ്ടുമായി അവളുടെ അരികിലേക്ക് ഓടിയെത്താൻ എന്റെ മനസ്സാഗ്രഹിച്ചു. പക്ഷെ മനസ്സിനൊപ്പം സഞ്ചരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോ ഇക്ക പോയില്ലേ? ഇല്ല, ഞാൻ പോയില്ല. ഹലോ ലക്ഷ്മി, ഈ സമയത്തൊരു വിളി പതിവുള്ളതല്ലോ. എന്തു പറ്റി? പതിവില്ലാത്തതൊക്കെയാണല്ലോ ഇപ്പൊ നടക്കുന്നത്. എനിക്ക് ഇക്കയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്തായാലും ചോദിച്ചോളൂ. ഞാൻ ഇത്രയും നാളും ഇക്കയെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ട് തന്നെയാ. എന്നെ പറ്റിയോ എന്റെ ചുറ്റുപാടുകളെ പറ്റിയോ ഞാൻ ഒന്നും മറച്ചു വെച്ചിട്ടില്ല. ഇക്കയും എന്നോട് അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനിപ്പോ എന്താ സംഭവിച്ചത്? ഇക്ക സത്യം പറയണം, എന്നോട് പറയാത്തത് എന്തെങ്കിലും ഇക്കയുടെ ജീവിതത്തിലുണ്ടോ? സോഷ്യൽ മീഡിയകൾ നമ്മൾ മാത്രമല്ല യൂസ് ചെയ്യുന്നത്. ആരെങ്കിലും പറയുന്നത് കേട്ട് ഇക്കയെ അവിശ്വസിക്കുന്നതും അല്ല. ഞാൻ അറിഞ്ഞത് ശരിയാണോ? നീ എന്താണ് അറിഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷേ നിന്നോട് പറയാത്ത ഒരേ ഒരു കാര്യം മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ. അതെന്താ? അത് പറയാൻ ഞാൻ പലതവണ ശ്രമിച്ചതുമാണ്. ആദ്യമൊക്കെ എല്ലാം ഒരു കുട്ടിക്കളിയായി മാത്രമേ ഞാൻ കണ്ടിരുന്നുള്ളൂ. അപ്പോഴതൊന്നും പറയേണ്ട ആവശ്യവും തോന്നിയില്ല. പിന്നീട് നീ എൻ്റെ മനസ്സിലൊരിടം നേടിയപ്പോൾ പലതവണ ഞാൻ പറയാൻ ഒരുങ്ങിയതാണ്. പക്ഷെ എന്തോ എൻ്റെ മനസ്സ് അതിനനുവദിച്ചില്ല. ഒരു പക്ഷേ നീ നഷ്ടമാകുന്ന ഭയം തന്നെയാണ് അതിന് കാരണം. എന്തായാലും ഞാൻ മറച്ചു വച്ചതും നീ അറിഞ്ഞതും ഒന്നു തന്നെയാകാം. അതെ, ഞാനൊരു വികലാംഗരാണ്. വിധിയെന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ പോലും എനിക്ക് കഴിയില്ല. കാരണം ഇത് വരുത്തി വെച്ചത് ഞാൻ തന്നെയാണ്. 20 മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റുന്നിടത്ത് 10 മിനിറ്റ് കൊണ്ട് എത്തിപ്പെടാൻ ഞാൻ കാണിച്ച തിടുക്കം.
ആ ബൈക്ക് ആക്സിഡൻ്റാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത്. ലക്ഷ്മി, ഞാൻ കാണാതെ കണ്ടും പറയാതെ അറിഞ്ഞും ഞാൻ സ്നേഹിച്ചത് ഇക്കയുടെ ശരീരത്തിനെയല്ല, മനസ്സിനെയാണ്. ജാതിയോ മതമോ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. ഇക്കയുടെ കവിതകളും കഥകളുമാണ് എന്നെ കൂടുതൽ അടുപ്പിച്ചത്. പിന്നീട് ആ മനസ്സ് തൊട്ടറിഞ്ഞപ്പോ വിട്ടുപോകാൻ എനിക്ക് തോന്നിയില്ല. സ്നേഹിച്ചു ഒരുപാട്. മറക്കാനോ വെറുക്കാനോ എനിക്കിനി കഴിയില്ല. ലക്ഷ്മി, പറയാതിരുന്നതിനും ലക്ഷ്മിയുടെ സ്നേഹത്തെപ്പറ്റി ഇങ്ങനെയൊക്കെ ചിന്തിച്ചതിനും 1000 സോറി. ഏയ്, സോറിയുടെ ആവശ്യമൊന്നുമില്ല. എനിക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും. എനിക്കൊക്കെ നേരിൽ കാണണം. ഡ്യൂട്ടി കഴിഞ്ഞ് ഹോസ്റ്റലിലെത്തിയാൽ ഉടൻ ഞാൻ വിളിക്കും. എനിക്ക് എന്റെ ഇക്കയോട് ഒരുപാട് സംസാരിക്കണം. എനിക്ക് പിന്നെ അവള് വിളിച്ചില്ലേക്കാ? ഇല്ല, അവൾ എന്നെ പിന്നെ വിളിച്ചിട്ടേയില്ല. ചതിക്കപ്പെട്ടത് ഞാനോ ലക്ഷ്മിയോ അല്ല. പ്രണയത്തിന് കണ്ണില്ല, കാതില്ല, അതുപോലെ തന്നെ മനസാക്ഷിയുമില്ല. ഫൈസലിക്ക, നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട ലക്ഷ്മി, നിങ്ങളുടെ കഥകളെയും കവിതകളെയും സ്നേഹിച്ച ലക്ഷ്മി അവളിന്നില്ല. ഒരു ജീവിതത്തിൻ്റെ ബാക്കി പത്രമെന്ന പോലെ ആരോടും പറയാതെ അവൾ പോയി മറഞ്ഞിരിക്കുന്നു. ഒരുപാട് തവണ നിങ്ങളെ കാണാനും നിങ്ങളുടെ അരികിലേക്ക് ഓടിയെത്താനും കൊതിച്ചിട്ടുണ്ടാവണം അവൾ. അതിനായുള്ള യാത്രയാവാം ഒരുപക്ഷെ അവിടെ അവസാനിച്ചത്. ഇനിയൊരു 100 ജന്മം കൂടി നക്ഷത്രങ്ങളുടെ ലോകത്ത് അവളും ഇവിടെ ഈ ലോകത്ത് നിങ്ങളും സുഖമായി ജീവിക്കട്ടെ.